ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. നിലമ്പൂർ നഗരസഭ സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടം നല്ല നാല് വർത്തമാനം പരിപാടി സമാപിച്ചു. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വളരെയധികം ഒഴിവാക്കിയിട്ടിരുന്ന പരിപാടിയായിരുന്നു. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം തലി കത്തുമ്പോൾ മലി കത്തലുണ്ട്, നാട്ടം പറച്ചിലുണ്ട് എന്നമായിരുന്നു. സ്വന്തം വീട്ടിലെ മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതെ നമ്മൾ പരിസ്ഥിതി കാര്യങ്ങളൊക്കെ മാത്രമല്ല ബോധവാന്മാരാകേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ച കാലം മാറി. ഇപ്പോൾ എല്ലാവർക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് സംരക്ഷിക്കട്ടെ, ഇത് സംരക്ഷിക്കണം എന്നുള്ള ബോധം മാത്രമല്ല, അവബോധം മാത്രമല്ല, അത്യാവശ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ പത്രത്തിൽ നോക്കിയാൽ എന്തൊക്കെ അസുഖങ്ങളാണ് പ്രത്യേകിച്ച് ഈ മഴ വരുന്ന സമയത്ത് ഇവിടെ മുമ്പൊന്നും ഇല്ലാത്ത വിധം അസുഖങ്ങളും പകർച്ചവ്യാധികളും പല പുതിയ പേരുകളും ഷിഗല്ല, നിപ്പ തുടങ്ങി നമുക്ക് മുമ്പ് കേൾക്കാത്ത പല പേരുകളൊക്കെ കേൾക്കുകയാണ്. നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുപാടും ശരിയാക്കണം. ആ ശരിയാക്കുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നുള്ള മാലിന്യമല്ല അടുത്ത വീട്ടിലിടുക. നമ്മൾ അതിൽ നിന്ന് അപ്പുറത്തിടുക. അതിൻ്റെ നമ്മുടെ കൾച്ചറുകൾ മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അതും പറ്റില്ല. കാരണം അതന്നെ നമുക്ക് അപകടമാകുന്ന ചുറ്റുപാടിലാണെന്ന്. പരിസ്ഥിതി സംരക്ഷണം ബാധ്യതയാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാൻ നമ്മുടെ മനോഭാവത്തിൽ ഇനിയും മാറ്റം വരേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിന ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ജൂൺ 5 മുതൽ വിവിധ പരിപാടികളാണ് നടത്തിയത്. നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. വെക്കുന്നതിനേക്കാൾ പ്രാധാന്യം അത് സംരക്ഷിക്കുക, പരിപാലിക്കുക എന്നുള്ളതായതുകൊണ്ടും അത് നമ്മുടെ JLG ഗ്രൂപ്പിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൂട്ടി നഗരസഭ പരിശീലിക്കുന്ന നഗരസഭയാക്കാനും വൃത്തിയുള്ള ഗ്രീൻ നിലമ്പൂരാണ് ഞങ്ങളുടെ സങ്കല്പം. അതുകൊണ്ട് ക്ലീൻ ആക്കുക, അതോടൊപ്പം ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു നഗരസഭ പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ അറിയിക്കുക, അതിനു വേണ്ടി സ്വാഗതം ചെയ്യുകയും ഒപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന നമ്മുടെ നല്ല നിലമ്പൂരിന് വേണ്ടി ഒട്ടേറെ പരിപാടികൾ ആസൂത്രണം ചെയ്ത ബഹുമാന്യനായ MLAയും MP ഒക്കെ നമ്മളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ മിഷനറി തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവുമെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാർ, ശുചിത്വ അംബാസിഡർ RK മലയത്ത്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മുസ്തഫ കളത്തുംപടിക്കൽ, മേരീസ് ഷിബു, സ്മിതമോൾ, കൌൺസിലർമാരായ അടുക്കത്ത് ഇസഹാഖ്, AT ഫ്രാൻസിസ്, റസിയ അള്ളമ്പാടം, PT കുഞ്ഞുമുഹമ്മദ്, PK ഉമ്മർ, ശാലിനി, വിജയലക്ഷ്മി, ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലിൽ, HI സലീം, JHI വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.